കോൺഗ്രസ് പോലെ ഒരു വീക്ക് പാർട്ടീനെ ഇവര് കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്, ജനങ്ങളിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. തിരുവനന്തപുരത്തടക്കം BJP ഭരിക്കാൻ ഭരണത്തിലേക്ക് വരുന്ന കോർപ്പറേഷൻ അത് മാറ്റാൻ ഈ CPM-ഉം കോൺഗ്രസ് വേണമെങ്കിൽ ഒന്നിക്കണം എന്ന അവരുടെ അഭിപ്രായം അത് നേതാക്കളോട് പറഞ്ഞു എന്ന് പറയും. നിങ്ങൾ ഇതിനാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ലീഗിനെ പറയുമ്പോൾ ലീഗ് പൊതുവെ കേരളത്തിൽ ഒരു മതേതര മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയാണ്. അപ്പൊ അവരെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമി ചേർത്ത് വെക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇതല്ലേ ഉണ്ടാക്കുക? ഇതൊരു ഓപ്പൺ ചർച്ച ചെയ്യണം. നമ്മൾ ഇപ്പോ ഇന്ന് ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല. അത് ഞാൻ ഒരു ദിവസം ഞാൻ പ്രസ് കോൺഫറൻസ് ഫാക്റ്റും ഫിഗറും കൊണ്ട് ഞാൻ മുമ്പോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ്. ഇവർ രണ്ടും സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നാണ് ഒരു കൺവെൻഷണൽ ഒരു തിങ്കിങ്. പക്ഷെ ഈ ഇലക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അത് പെർമനന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ, ഈ ഇലക്ഷന് വേണ്ടിയായിരുന്നോ, അത് അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യങ്ങളും മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളും ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അന്തർധാരണ ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതാണെങ്കിൽ അത് കറക്റ്റ് അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാടിന്റെ വികസനത്തിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്, അത് ആഗ്രഹിക്കുന്ന പാർട്ടിയാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷേ കൊടുങ്ങല്ലൂരും മറ്റെത്രയോ സ്ഥലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ട് പരിശോധിച്ച് പഠിക്കുമ്പോൾ അതാണോ ഒരു ചോദ്യമുണ്ട്. അതിനെ ഒരു ചർച്ച നടത്തണം. അവർ ക്ലാരിഫൈ ചെയ്യട്ടെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം അല്ലാന്ന്. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആദ്യം നിങ്ങൾ എല്ലാവരും കേട്ടതാണ്, അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഒരു പാരലായിട്ട് പറയല്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ശരിയായ കാര്യമല്ല. അപ്പൊ ജമാഅത്ത് ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഇന്നലെ ആരാണ് ലെഫ്റ്റിന്റെ AK ബാലൻജി എന്താ പറഞ്ഞു? അവർക്ക് അറിയണല്ലോ. AK ബാലൻജി ഇപ്പൊ പറയുമ്പോൾ മാറാട് ആ ഇൻസിഡന്റ് നടന്നപ്പോൾ ആരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ എടുക്കുന്ന പാർട്ടി? CPM ആയിരുന്നില്ലേ? അപ്പൊ അവരിപ്പോ ജമാഅത്തെ ഇസ്ലാമി വന്നാൽ മാരാട് പോലെ ഒരു ഇൻസിഡന്റ് ഇനിയും തുടരുന്നു, ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവര് അറിഞ്ഞിട്ടല്ല പറഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ABC ആണ് എന്നാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നാടിന്റെ വളർച്ചയ്ക്കും നാടിന്റെ ഭാവിക്കും ഇങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ നാട്ടില് വർദ്ധിക്കാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പോലെ ഒരു വീക്ക് പാർട്ടീനെ ഇവര് കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്, ജനങ്ങളിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം.